അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല കാരയപ്പമാണ്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഇതാണെങ്കിൽ നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറി ഫിഷ് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി അപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളിപ്പം കണ്ടു കഴിഞ്ഞാൽ എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഞാനിവിടെ 2 കപ്പ് നമ്മളെ ദോശ റൈസ് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചരി നമ്മൾ റേഷനരി ആയാലും മതി കേട്ടോ. ഇത് 2 കപ്പിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ കുറവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, ചോറ് എല്ലാം. അങ്ങനെ നമുക്ക് ഇതിന് മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നതിന് 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയേ. അപ്പം ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് രാത്രിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായി കഴുകി വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇതിലൊരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, 1.5 കപ്പ് ചോറിന് പകരം 1 കപ്പും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യാം. ഇതിനാവശ്യമായ ഉപ്പിട്ടിട്ട് നമുക്ക് എന്താക്കാം, നന്നായി മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ മിക്സിൻ്റെ ജാറിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഫുള്ളൊന്നിച്ചിട്ടാൽ നമുക്ക് ഈ അപ്പത്തിനാവശ്യമായ കട്ടിയിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇത് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് അരക്കുന്നതുകൊണ്ട് തന്നെ നന്നായി കട്ടിയായിട്ട് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അരി 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരി അളന്ന് അതേ പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളമേ, 1/2 പാത്രം വെള്ളമേ ഇതിന് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അത്ര യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്പത്തിന് ആവശ്യമായ കട്ടിയിൽ അരച്ചെടുക്കാൻ പറ്റൂ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. നല്ല കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി നന്നായി ചൂടായാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുഴിയിൽ ഫുള്ള് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി ചൂടായാൽ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഭാഗം കുക്കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അപ്പം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര അറിയാത്ത കുട്ടികൾക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.